ഹായ് ഫ്രണ്ട്സ്, ഇത് കണ്ടോ കാസിയോയുടെ ഒരു സയൻറ്റിഫിക് കാൽക്കുലേറ്ററാണ്. സാധാരണ നമുക്ക് കാൽക്കുലേറ്ററിനകത്തൊക്കെ ഇത് കൂട്ട് ബട്ടൺ സെല്ലുകളാണ് വരുന്നത്. ഇത് പെട്ടെന്ന് പോകും. ഇത് ആൽക്കലൈൻ ബാറ്ററി തന്നെയാണ്, എന്നാൽ പക്ഷേ പെട്ടെന്ന് പോകും. പക്ഷേ ഇവർ നല്ല ഭംഗിയായിട്ട് സാധാരണ ബാറ്ററി 1.5 വോൾട്ട് ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് ബാറ്ററി പോയതായിരുന്നു, ഒന്ന് മാറിയിട്ട് നോക്കിയത് ഓണാകുമെന്ന്. ഓണായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിനിപ്പോൾ നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ, ഇത് സാധാരണ എപ്പോഴും തുറക്കാൻ പറ്റില്ല, 6 സ്ക്രൂ ഒക്കെ ഉണ്ട് ഇതിന്. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഒരു ആൽക്കലൈൻ ബാറ്ററി ഇടുകയാണ്. പാനാസോണിക്കിൻ്റെ എവോൾട്ട എന്ന് പറഞ്ഞ ആൽക്കലൈൻ ബാറ്ററി. ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, ഇത് ലീക്ക് പ്രൂഫാണ്. ഒരു കാരണവശാലും ഇത് ലീക്ക് ആകത്തില്ല. 10 വർഷത്തേന് ലീക്ക് പ്രൂഫാണ്. 10 കൊല്ലം കഴിഞ്ഞ് ഇത് ലീക്ക് ആകത്തുള്ളൂ. പിന്നെ ഇത് സാധാരണ ബാറ്ററിയേക്കാളും നമുക്ക് ആൽക്കലൈൻ ആയതുകൊണ്ട് എൻ്റെ 10 ടൈംസ് ഇത് ലാസ്റ്റ് ചെയ്യും സാധാരണ ബാറ്ററിയേക്കാളും. പക്ഷേ വില അത്ര വലിയ കൂടുതലൊന്നുമില്ല, വെറും 45 രൂപ വിലയേ ഉള്ളൂ. മറ്റേതിന് കൊടുക്കണം 20 രൂപ, അടുത്ത് 18 രൂപ, 20 രൂപ. അപ്പോൾ കഴിവതും ഇതുകൊണ്ട് ആൽക്കലൈൻ ബാറ്ററികൾ മേടിച്ച് ഉപയോഗിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ ഒരു ഇതിനു വേണ്ടി ഞാൻ പറഞ്ഞുള്ളൂ. റിമോട്ടിലാണെങ്കിൽ പോലും ഇതുകൊണ്ട് ആൽക്കലൈൻ ബാറ്ററി ഇടുവാണെങ്കിൽ റിമോട്ട് പൊട്ടി ഒലിച്ച് റിമോട്ട് മിസ്സാകത്തില്ല. മറ്റേ വരുന്ന ഈ ടൈപ്പ് ബാറ്ററി ഉണ്ടല്ലോ, സാധാരണ ബാറ്ററി, ഈ ബാറ്ററി പെട്ടെന്ന് ലീക്കായി പോകുന്നുണ്ട്. പഴയ ക്വാളിറ്റി ഒന്നും അതിനില്ല. അപ്പോൾ ഇപ്പോൾ മിനിമം ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഒരു മിനിമം ബാറ്ററി എന്ന് പറയുന്നത് ഈ പാനാസോണിക്കിൻ്റെ ആൽക്കലൈൻ ബാറ്ററിയാണ്. അത് പാനാസോണിക്കിന്, ഡൂറോസെൽ പല കമ്പനികളുണ്ട്. പാനാസോണിക്കാണ് എൻ്റെ കയ്യിൽ ഇരുന്നത്, അതുകൊണ്ട് ഞാൻ കാണിച്ചെന്നുള്ളൂ ഉള്ളൂ. അപ്പോൾ ഇതിലുള്ളതിൻ്റെ സംഗതി. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, ഈ കാൽക്കുലേറ്ററിൻ്റെ ആകം കണ്ടോ, ഒരു ഐ സി ആണ്. ഈ ഇരിക്കുന്ന ഐ സി ആണ്, ചിപ്പാണ്. ചിപ്പിനെ നമ്മൾ ടാറ് പോലെ എന്തോ ഒരു പശ പോലെ ഇട്ട് ക്ലോസ് ചെയ്തിരിക്കുക. അപ്പോൾ ഈ ചിപ്പിന് ഡാമേജ് ഒന്നും വരാതെ, ഈർപ്പം കയറാതെയൊക്കെയാണ്. അത് മാറാനൊന്നും പറ്റില്ല, ബോർഡായിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പക്ഷേ അങ്ങനെ ചിപ്പ് വെച്ചിരിക്കുന്നതുകൊണ്ട് കംപ്ലൈൻറ്റ് കുറവായിരിക്കും പൊതുവെ. പുറത്തുനിന്നുള്ള ഒരു സംഭവം ഇതിന് വരത്തില്ലല്ലോ, അതുകൊണ്ട് കംപ്ലൈൻറ്റ് കുറവായിരിക്കും. അപ്പോൾ താങ്ക് യു.